ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 1.25 കോടിയോളം ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ചെന്നൈ എന്ന് പറയുന്ന മഹാനഗരത്തിന്റെ മുന്നിലാണ്. നമ്മളുടെ ബിസിനസ്സും ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു നഗരത്തിലാണ്. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ ഇവിടെ വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, 1.25 കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ഈ മഹാനഗരത്തിൽ എന്തായാലും ലക്ഷക്കണക്കിന് ബിസിനസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ബിസിനസ് ഇതേപോലെ ഒരു വലിയൊരു നഗരത്തിലാണ് ഉള്ളത്. ബിസിനസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് കുറെ അധികം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ദിവസത്തെ കാര്യം എടുക്കാം. ഈ 1.25 കോടിയോളം ജനങ്ങളുള്ള സ്ഥലത്ത് എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ദിവസം വാങ്ങാനായിട്ട് ഏകദേശം 60 തൊട്ട് 70 പേര് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് റെഡി ടു ബൈ, ദേ ആർ ഗോയിങ് ടു പേ ദ മണി ആൻഡ് ടേക്ക് ദ പ്രൊഡക്റ്റ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു കസ്റ്റമർ അവിടെയുണ്ട്, ഇവിടെയാണുള്ളത്, ഒന്ന് ഇവിടെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ അവരെ ടച്ച് ചെയ്യും? ആരാണോ ആദ്യം അവരുടെ അടുത്ത് മുന്നിൽ പോകുന്നത്, ആ ഒരു ബിസിനസ്സിനാണ് അവരുടെ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതൽ. ലോജിക്കലി അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ആൾക്കാരിലേക്ക് കറക്റ്റ് ടൈമിന് പോകാൻ പറ്റിയില്ല, നമ്മുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ എക്സിസ്റ്റൻസ് അവരുടെ മുന്നിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കസ്റ്റമർ എന്നേക്കുമായിട്ട് ലോസ് ചെയ്യും. നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ ഒരു പെർമനന്റ് കസ്റ്റമറായിട്ട് അവർ മാറുകയും ചെയ്യും. 10 പേര്, ഈ 70 പേരിൽ 10 പേർക്ക് ഇന്ന് എനിക്ക് സെല്ല് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ട്രഡീഷണൽ മാർക്കറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവുകളെ ഞാൻ പറഞ്ഞയക്കും. അവർക്കറിയില്ല ഈ 10 പേര് എവിടെയാണ് ഉള്ളത്. ഇത്രയും വലിയൊരു നഗരത്തിൽ ആ 10 പേര് പർട്ടിക്കുലർ എവിടെയാണ് ഉള്ളതെന്ന് അവർക്കറിയില്ല. അവരവിടെ പോയി മേ ബി ആ 10ൽ ഒരാളെ ചിലപ്പം ക്ലോസ് ചെയ്തിട്ട് വരുമായിരിക്കും. എന്നാൽ ഈ 10ൽ 10 വരെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലോ, ഞാൻ രാവിലെ തന്നെ വന്നിട്ട് എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവുകളോട് പറയാം, ഈ ഒരു ഓരോരോ ലൊക്കേഷനിലാണ് നമ്മുടെ കസ്റ്റമർ ഉള്ളത്. നിങ്ങൾ അവിടെ നേരിട്ട് പോവുക, പ്രസന്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, തിരിച്ചു വരിക എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടൈം, എഫേർട്ട്, അതേപോലെ തന്നെ റിസോഴ്സിന്റെ സേവിങ്സ് എത്രയായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ആ ഒരു 10 കസ്റ്റമറിനെ, പർട്ടിക്കുലർ 10 കസ്റ്റമർ, ഇന്ന് വാങ്ങാൻ പോകുന്ന 10 കസ്റ്റമറിനെ കണ്ടുപിടിക്കണം ഈ 1.25 കോടി ജനങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താലേ സാധിക്കത്തുള്ളൂ. ഇപ്പൊ പ്രോപ്പറായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ടാർഗറ്റ് ദ സ്പെസിഫിക് കസ്റ്റമേഴ്സ്. അവരൊരു ലീഡായിട്ട് വരാനും, ക്വാളിറ്റി ലീഡായിട്ട് വരാനും, അതെടുത്ത് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ കൊടുക്കാനും അവർക്ക് ഈസി ആയിട്ട് അവിടെ പോയി കാര്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു വരാൻ സാധിക്കുന്നതുമാണ്. ആഫ്റ്റർ ഓൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഓൾ അബൌട്ട് ടാർഗറ്റിംഗ് ദ റൈറ്റ് കസ്റ്റമേഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് റൈറ്റ് മെസ്സേജ്.